എന്താ പരിപാടി? മുട്ട മാത്രമേ ഉള്ളൂ? ഇപ്പൊ ഉണ്ടാക്കിയതാ? അന്ന് മുട്ടയും പുഴുങ്ങണേ അമ്മക്ക് അന്ന് ഉണ്ടാക്കിയില്ലേ ആ ചമ്മന്റെ ഒക്കെ അരച്ചിട്ട്? ഉണ്ടാക്ക വെറുതെ മുട്ട ഒറ്റക്കിട്ടുണ്ടല്ലോ അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ഇവിടുന്ന് രക്ഷപ്പെട്ട എങ്ങോട്ട് പോവാൻ നിക്കാൻ സ്ഥലല്ലേ, ഉള്ള സ്ഥലത്തേക്ക് പോകാനും പറ്റൂല. നമുക്ക് എല്ലാരും നിക്കാൻ പോയി, എല്ലാരും അവനാന്റെ വീട്ടിലെ നാട്ടിലേക്ക് പോവാനായിട്ട് പോവുക. നമുക്ക് മാത്രം എങ്ങോട്ടും പോവാനില്ല. നാടും അമ്മ ഉണ്ടെങ്കിൽ അമ്മമ്മന്റെ വീട്ടിൽ അങ്ങനെ ഇങ്ങനെ പോവാനും നമ്മളെ നാടെന്ന് പറയാനില്ല പോവാനേ. ഇപ്പൊ പറയണ്ട, ഇപ്പൊ പറയണ്ട. സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് മടുത്ത് സത്യം. അല്ല അങ്ങാടിക്കെങ്കിലും ഇറങ്ങണ്ടേ, ഇപ്പൊ എങ്ങോട്ട് പോവാനും ഇതില്ല ഒരാവശ്യം. ഭക്ഷണം ഉണ്ടാക്കാൻ പേടിയാണ്. ഗ്യാസ് എപ്പ തീരും, കാലിക്കുറ്റിയാണ് എപ്പ തീരുന്നെന്ന് ചോദിച്ചാൽ അത് അതിന് പേടിച്ചിട്ടാണ് അടുപ്പത്ത് പണിക്കുന്നത്. നമുക്ക് അടുപ്പുണ്ടെങ്കിൽ എത്ര ഒരടുപ്പ് വേണം. വീടായാലും കൊടസായാലും അടുപ്പ് വണക്കം വന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. മറ്റു വിറകുകളുണ്ടെങ്കിൽ നമ്മൾ എത്ര ടെൻഷൻ ചെയ്യും. വിഷു ആണ് ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യാൻ ചൂടില്ല. രാവിലത്തെ മഴയൊക്കെ പാവിയായി പോയില്ലേ. മഴ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷെ എന്തുണ്ട് റിട്ടേണാ കാണുന്നത്. അവിടേക്ക് പോയി ഗ്യാസ് അല്ലേ, അതുകൊണ്ട് അങ്ങനെ തിരിക്കാത്ത. രാവിലെ തന്നെ ചോറൊക്കെ വെച്ച് ആശുപത്രിയിൽ പോയി ഗ്യാസൊക്കെ കളിച്ചു കഴിഞ്ഞാലേ അതുകൊണ്ട് എനിക്ക് ഒന്ന് തിന്നാനില്ല, ഉണ്ടാക്കാനും പറ്റൂല. ഗ്യാസ് ഓൺ ആക്കരുത് പറഞ്ഞു. കഴിയാന്നറിയില്ലേ, പിന്നെ 7-ാം തീയതി ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ 4 ഫോൺ എടുക്കില്ല. സ്വർണത്തിന്റെ അതേപോലെയാ, സ്വർണത്തിന്റെ അതേ ഒരു അവസ്ഥ ഗ്യാസ്. മറ്റേ അതൊക്കെ ഞാൻ നമ്മള് അടുത്ത വെക്കുമ്പോ അതിനുള്ള ധൈര്യം കൂടി ഇല്ലേ, പേടി. ഫസ്റ്റ് എന്തേലും സ്വർണ്ണം, ഇപ്പൊ എന്തായി ഗ്യാസ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ യുദ്ധത്തിന്റെ പ്രശ്നമൊക്കെ എന്നാ തീരുക? ബുദ്ധിമുട്ടുള്ളത് നല്ല വില കൂടിയിട്ടുണ്ട്. സ്വകാര്യ സ്ഥലത്ത് നയിക്കാൻ കിട്ടുന്നുണ്ട്. കിട്ടിയാൽ മതി. 7-ാം തീയതി ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. എന്താ അങ്ങനെ? അപ്പൊ ബാക്കിയുള്ള 41 ദിവസമാണ്. അപ്പൊ ചിലവരൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയൂലേ? കടകളിലൊക്കെ ചെന്നപ്പോ ഹോട്ടലുകളൊന്നും അല്ലാതെ ഇല്ലല്ലോ. കുക്കർ അവിടെ കുക്കറിന്റെ കഥ